ഇന്നലെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓണം ഇല്ലാത്തത് കൊണ്ടിട്ട് അവിടെയും ഓണമൊന്നും ആഘോഷിച്ചില്ല. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനെന്തത് കുമ്പളങ്ങച്ചാറ് വെച്ച്. അമ്മച്ചി നോക്കുമ്പോൾ ഉള്ളി നന്നാക്കണ്ടായിരുന്നു. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു വിഷുവിന് സബീന ഉണ്ടാക്കിയപ്പോഴത്തെ ഉള്ളിക്കറി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു തേങ്ങ ചിരകിയത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടാ. ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോയപ്പോൾ തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞേ വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതി, ഒന്നാമത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാലോ എന്ന് പറഞ്ഞ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, വേറൊന്നുമല്ല. നമ്മൾ ഉള്ളിക്കറി ഇഞ്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കും കറികളിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് തേങ്ങ വറുത്തെടുത്തത്. ഇതുപോലെ വറുത്ത് വരുമ്പോഴാണ് ഇതിലേക്ക് ഇച്ചിരി കോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ, കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ. ഈ ഒരു സമയത്താണ് കറണ്ട് പോയത് കേട്ടോ. കറണ്ട് പോയത് കാരണമല്ലേ നമ്മുടെ വീഡിയോക്ക് കുറച്ച് വെട്ടം കുറവുണ്ടേ. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും പറഞ്ഞുതരാം എന്തൊക്കെ ഇട്ടെന്നൊക്കെ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതേപോലെ ഒന്ന് വറുത്ത് വന്നപ്പോഴാണ് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ എന്തെന്നാണ് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിനെക്കാട്ടും 1 ടേബിൾ സ്പൂൺ കൂടുതലാണ് മല്ലിപ്പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കണം. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടാണ് കേട്ടോ. ഇനി ഞാനിത് എന്താണെന്ന് അറിയാമോ, മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തേക്കണം. വേറെ പാത്രത്തിൽ ഇടണ്ടാലോ എന്ന് ഓർത്താണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇരുന്നിട്ട് ചൂടാറിക്കോളും. നേരൊരു ചൂടോടുകൂടിയാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ആ ഉരുളിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് 1/2 കിലോ ഉള്ളിയും കൊണ്ടാണ് നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉള്ളിക്കറി ഉള്ളിത്തീലെന്നൊക്കെ എല്ലാവരും പറയും. ഓരോ ഉള്ളി എടുത്തിട്ട് ഒരു 4 കഷ്ണമൊക്കെ ഇട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. ഇതിങ്ങനെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഉള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിലല്ലേ നമ്മളിത് വഴറ്റുമ്പോൾ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണം, മൊത്തമായിട്ട് അലിഞ്ഞു പോകരുത്. അതുകൊണ്ടിട്ടാണ് ഒരു ഉള്ളി 4 കഷ്ണം ഇട്ട് അരിഞ്ഞത്. വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 6 കഷ്ണം ഇട്ടൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയിലേക്ക് ഇനി ഇത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല, ഉള്ളി പെട്ടെന്നൊന്നും വഴണ്ടി കിട്ടില്ല. അതുകൊണ്ട് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ. അപ്പം മൂടി വെച്ച് കൊടുക്കുമ്പോഴേ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറഞ്ഞ വെളിച്ചെണ്ണയിലാണല്ലോ ഈ ഒരു തേങ്ങ വറുത്തെടുത്തത്. അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു തേങ്ങ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തേക്കണത്. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുമ്പോഴാണ് നമുക്ക് മഷി പോലെ അരച്ചെടുക്കാൻ പറ്റണത്. അങ്ങനെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു കറിയിൽ എണ്ണമയം നന്നായിട്ട് തിങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ ഭയങ്കര മടുപ്പൊക്കെ ആയിരിക്കും, കൊളസ്ട്രോളും കൂടും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതിയാവും. പിന്നെ എണ്ണമയം ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ആരും വെള്ളം ചേർത്ത് അരക്കരുത്. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിലല്ലേ കറിയുടെ കളറ് മാറി വേറെ ഏതോ ഒരു കറിയായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഉള്ളിക്കറിയൊക്കെ വെക്കുമ്പോഴില്ലേ, ഉള്ളിക്കറി മാത്രമല്ല ഇഞ്ചിക്കറി വെക്കുമ്പോൾ ആ ഒരു കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കില്ലേ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കരണ്ട് വന്ന് ഞാനൊന്ന് അരച്ചെടുത്തപ്പോൾ തന്നെ കരണ്ട് പിന്നെയും പോയിട്ടാ, എന്തോ ഭാഗ്യത്തിന്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കറി തിക്ക് ഗ്രേവിയിലാണ് കിട്ടേണ്ടത്. കണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടേണ്ടത്. അപ്പം ഞാനിത് ഇളക്കി കൂട്ടി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോഴേ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തേക്കണം. ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടിട്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചില ആൾക്കാർ ശർക്കര ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കണത്. ചില ആൾക്കാർ ഈ പഞ്ചസാരയും ശർക്കര ഒന്നും ചേർക്കാതെ പുളി രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കും കേട്ടോ. പക്ഷേ നമുക്കിതിന് പുളിയും ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നേരെ ഒരു മധുരം ചേർത്ത് കൊടുക്കണം. ഉള്ളിക്കറിക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ട നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഉള്ളിക്കറിക്ക്. അപ്പോൾ ഇല്ലേ നമ്മൾ ഈ ഒരു ഉള്ളിക്കറി ചീത്താകാതിരിക്കാനായിട്ടേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എത്ര ദിവസം വരെ വേണമെങ്കിലും ഇല്ലേ ഇത് പുറത്ത് വെച്ചാലും ചീത്താവില്ല. കുറേശ്ശെ ആയിട്ട് നമുക്ക് കൂട്ടാം. വേറൊരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു ഉള്ളിക്കറി ഉണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാത്ത. വീഡിയോ കണ്ടതിന് താങ്ക് യു.